കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി വിലപ്പെട്ടതാണ്. കാരണം നിങ്ങൾ തരുന്ന കമൻറ്റുകളും ഒക്കെ ഈയിടെയായിട്ട് ഒത്തിരി പേര് നല്ല നല്ല കമൻറ്റുകളൊക്കെ അല്ലേ, എപ്പോഴും നല്ല കമൻറ്റാണ് കേട്ടാ, എപ്പോഴും. അതെ, അപ്പം എല്ലാവരും പറഞ്ഞു നമ്മളുടെ വീഡിയോ കാണുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നു. അതറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. കൂട്ടുകാരെ, ഇന്ന് ശരണ്യ എന്താണ് ചെയ്യാൻ പോണത്? ചക്കക്കുരു കൊണ്ട് ഇറച്ചിക്കറി. കാരണം എന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ? വേറൊന്നും കൊണ്ടല്ല, ശരണ്യക്ക് ഇറച്ചിയൊന്നും ഇപ്പൊ കൂട്ടാൻ മേല. അതുകൊണ്ടല്ല, ചക്കക്കുരു ചങ്ങനാശ്ശേരിന്ന് വന്നപ്പോ കൊറേ ചക്കക്കുരു ഒക്കെ ആയിട്ടാണ് ഇപ്പൊ വന്നത്. ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തീർക്കണ്ടേ അല്ലേ ശരണ്യ? ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി. ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ എന്ത് പറ്റി, ശരണ്യനെ കൂട്ടിയില്ല, ഞാൻ ഒറ്റക്കൊന്ന് പകലില് അവിടെ ഞാൻ നോക്കുമ്പോ കാഴ്ച ശ്രീവല്ലി നടക്കണം. രാവിലെ ചെണ്ടമേളവും 2 ഗജവീരന്മാരൊക്കെ നിന്ന് അപ്പൊ ശരണ്യ ചിരിക്കണം തന്നു. വന്നപ്പോഴേ വന്ന് ഞാൻ ശരണ്യോട് പറഞ്ഞു, 2 ഗജവീരന്മാരൊക്കെ നിന്ന് ചെണ്ടമേളക്കാരുടെ ബഹളത്തോടു കൂടി അങ്ങോട്ട് തുടങ്ങിയില്ലേ, നല്ല അടിപൊളി കാഴ്ച ശ്രീവല്ലി. അപ്പൊ ഞാനോർത്തേ നമ്മുടെ കൂട്ടുകാരെയും കൂടി അതങ്ങോട്ടൊന്ന് കാണിച്ചാലാണ്. അതെ അതെ, നല്ല ഐശ്വര്യമുള്ള 2 ആനകളാണ്. പിന്നെ ആനകൾ പാവങ്ങളാണ് കേട്ടാ, ഒന്നും ചെയ്യത്തൊന്നുമില്ല. അപ്പം ഞാൻ ഒത്തിരി പറയുന്നില്ല, നമുക്ക് ശരണ്യയുടെ പാചകത്തിന് മുമ്പ് നമുക്ക് ആര്യക്കര അമ്പലത്തിലെ ഉത്സവത്തിലേക്ക് പോയേക്കാം, എന്നിട്ട് നേരെ പാചകത്തിലേക്ക് വരാം അല്ലേ കൂട്ടുകാരെ? അങ്ങനെ നമ്മുടെ മുഖമ്മ ആര്യക്കര ക്ഷേത്രത്തിലാണ് കാഴ്ച ശ്രീവല്ലി നടക്കണം. 2 ഗജവീരന്മാർ, ഇലക്ട്രിക് ആനകളാണ് കേട്ടോ. ഞാനും ദൂരെ നിന്ന് നോക്കിയപ്പോൾ 2 ആനപ്പുറത്താണല്ലോ എന്ന് ഓർത്താണ് ഞാൻ പെട്ടെന്ന് ഒന്ന് നോക്കുമ്പോൾ ഇലക്ട്രിക് ആനകളാണ്. എല്ലാവർക്കും ഒരു കൗതുകമായി, കാരണം നമ്മുടെ മുഖമ്മേൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇലക്ട്രിക് ആനേനെ കൊണ്ടുവന്ന് കാഴ്ച ശ്രീവല്ലിയൊക്കെ നടത്തുന്നത്. ഏതായാലും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഒരുപാട് സന്തോഷം. ഇതാകുമ്പോൾ എല്ലാവർക്കും പേടി കൂടാതെ പങ്കെടുക്കാനൊക്കെ സാധിക്കുമല്ലോ. ശരണ്യനെ കൊണ്ടുവരേണ്ടതായിരുന്നു, നഷ്ടമായിപ്പോൾ. ഇനി വൈകുന്നേരം ശരണ്യനെ കൊണ്ടുവരണം ഇങ്ങോട്ട്. ചെണ്ടമേളക്കാർക്കും ധൈര്യമായിട്ട് നിന്ന് കൂട്ടാം. അവരിതേ കണ്ട ആനയുടെ കൊമ്പയിലൊക്കെ തൊടിയേയും, കാരണം ഒട്ടും പേടിക്കണ്ടല്ല. പകലായോണ്ട് തിരക്ക് കുറവായിരുന്നു. ശരണ്യ, ചക്കക്കുരു പൊളിക്കാൻ തുടങ്ങിയ? ആഹാ, നമ്മുടെ അമ്മ എന്നെ എടുക്കാൻ പോണു. തേങ്ങ ചിരണ്ടാൻ പോയാണ്. ശരണ്യ, ഞാൻ ചക്കക്കുരു പൊളിച്ചു തന്നെ. ആ, അപ്പൊ ഒരു പണി, തേങ്ങ ഞാൻ പൊട്ടിച്ചു തന്നെ അമ്മ. വേണ്ട, ഞാൻ പൊട്ടിക്കാം. ഞാൻ പൊട്ടിച്ച് ചിരണ്ടി തേങ്ങ വറുത്ത് കൊടുക്കണം ശരണ്യക്ക്. അങ്ങനെയാണോ? പിന്നെ അച്ഛൻ പാക്കിങ്ങിലാണ് കൂട്ടുകാരെ, അതാണ് അച്ഛന് തേങ്ങാപ്പൂള് വേണം. എന്നാ അമ്മ പൊട്ടിക്കുക കേട്ടാ. ശരണ്യ, അപ്പൊ വൈകിട്ട് നമുക്ക് ആര്യക്കര അമ്പലത്തിൽ പോയാലോ? ശരണ്യ ഒട്ടും പേടിക്കണ്ട, ആന ഓടിയാല, ഇലക്ട്രിക് ആനയാണല്ലേ. 6-7 അല്ലേ ഉത്സവം? നാളെ അല്ല, നാളെ മറ്റന്നാളുമാണ് ഉത്സവം. അപ്പൊ എന്തായി, നമുക്ക് പോയാലോ? ഇന്നൊന്ന് പോയാലോ? എന്റെ ശരണ്യനെ കൊണ്ടുപോകാതെ ഇരുന്നിട്ടുണ്ടാ ഞാൻ? കാവുങ്ക കൊണ്ടുപോയിട്ടില്ല ഞാൻ. അത് കഴിഞ്ഞ വർഷം ഇത്തവണ കണിച്ചോളങ്ങരെ കൊണ്ടുപോയില്ലേ, ലാസ്റ്റ് നമുക്ക് പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം ഉത്സവം കഴിഞ്ഞാണ് ഈ വർഷം ഉത്സവം തുടങ്ങുന്നത്. എല്ലാ ദിവസവും ഉത്സവം ഇല്ലേ? കഴിഞ്ഞ
പോയി ശരണ്യനെ കാണിച്ചുളങ്ങരെ കൊടിയേറ്റിന് കൊണ്ടുപോയാ. അതുകൊണ്ട് മെയിൻ ഉത്സവത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നോണ്ടല്ലേ. ആ പിന്നെ ഇന്ന് ഈ ചക്കക്കുരുവിന്റെ പരിപാടി മാത്രമേ ഉള്ള. അല്ല, നമ്മുടെ അച്ചിങ്ങാപ്പയർ തോരൻ വെക്കുന്നുണ്ട്. പച്ച മോര് വേണം, മോര് കാച്ചിയത് വേണം. മോര് കാച്ചിയത് മതി. കുറെ നാളായി മോര് കാച്ചിയത്. മോര് കാച്ചിയാ മതിയെന്നു. അപ്പൊ അതുകൂടി തേങ്ങ ചിരണ്ടിക്കൊള്ളാനാണ് പറഞ്ഞതല്ലേ. അച്ഛനാണെങ്കിൽ ആ നേരത്ത് നമ്മുടെ ചിപ്സ് ഒക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അത് കപ്പവട, പക്കാവട, പഴം ചിപ്സ്, കുഴലപ്പം. അപ്പം ഈ വ്യാഴാഴ്ചയായ കാരണം ഞങ്ങൾക്ക് പോകണ്ട സെയിലിന്. അപ്പം ഇന്നാണ് ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഞങ്ങൾ സെയിൽ കൊണ്ടുപോകുന്ന ഐറ്റം. ശരണ്യ, ആ ചക്കക്കുരു അരിഞ്ഞു കഴിഞ്ഞപ്പോൾ പയറലായ. ആഹാ, കുരു അരിഞ്ഞൊക്കെ ഒന്ന് കൂട്ടുകാരെ കാണിച്ചേ. കണ്ട, ചക്കക്കുരു ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പയർ അരിഞ്ഞണ്ടിരിക്കുന്നു അല്ലേ. പയറ് തോരനല്ലേ. നമ്മൾ കൂട്ടുകാരെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അമ്മയും മകളും കൂടി അരിഞ്ഞണ്ടിരിക്കുകയാണ്. 2 സെക്ഷനായിട്ടാണ് അരിയണത്. ഇതെന്താണ് ഇങ്ങനെ? എളുപ്പത്തിന് വേണ്ടിയാണോ രണ്ടുപേരും കൂടി? അല്ല, ഞാനോർത്ത് ഇനി ഒരാൾ തോരനും ഒരാൾ മെഴുക്ക് പുരട്ടിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തേങ്ങ പൊട്ടിച്ചു പോകണം. പൊട്ടിച്ചത് ഒന്ന് ശരണ്യെ വിളിച്ച ഉറപ്പായിട്ടും വരും. തേങ്ങ പൂളണം. അച്ഛമ്മ പൂളണം. എന്നാ അച്ഛൻ വേഗം ഇങ്ങോട്ട് വരൂ, തേങ്ങാ പൂളി കൊടുക്കുക അല്ലേ. ശരണ്യേ, ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ. എവിടെ? ഇതെന്താണ്? അപ്പൊ ഇത് മൂടിയിടിയാണോ? അത് ഞാൻ നന്നായിട്ട് മൂടിക്കോളാം. അവിടെ വെച്ചേരി. പിന്നെ ഞാൻ നമ്മുടെ അച്ഛനെ വിളിച്ചോണ്ട് വന്നപ്പോ ശരണ്യ ഇല്ല, അമ്മയെ ഇല്ല അടുക്കള. എന്ന് പറഞ്ഞ പോലെ അടുക്കള കുറച്ച് അരിഞ്ഞു വെച്ച ഐറ്റംസ് മാത്രം ഇവിടെ. തേകണ്ട, നമ്മുടെ അച്ഛൻ വന്നണ്ട. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സെയിം ആണ്. വേണേ നമുക്കൊന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കാം. എന്നാ ശരണ്യ വീഡിയോ എടുക്ക്. നിങ്ങളോട് കടയിൽ മേടിച്ചാണോ? ഇതൊന്നും അറിഞ്ഞണ്ടല്ലേ കേട്ടാ. രണ്ടുപേരും രണ്ടായിട്ട് എടുത്തെങ്കിലും വീട്ടിൽ വന്നപ്പോ ഒന്നായി. ഇതേ പഴനി ഞങ്ങൾ അന്ന് പോയപ്പോഴേ രണ്ടുപേരും എടുത്ത്. പക്ഷെ അന്ന് രാത്രിയായിരുന്നു. രണ്ട് കളറാണ് എടുത്തത്. അല്ലാതെ ഒരുപോലെ വരാനല്ല. ഇന്നലെ കൊണ്ടുപോയി അതിന്റെ ഇറക്കമൊക്കെ വെച്ച് കുറക്കണേ. ഇത് കണ്ടമ്മ, അമ്മക്ക് വല്ലതും തോന്നണുണ്ടോ? അങ്ങനെ ശരണ്യ എന്തൊക്കെ ചെയ്യണുണ്ട്. അച്ഛൻ തേങ്ങ പൂളാനുള്ള. പിന്നെ അമ്മ തേങ്ങ പൊട്ടിച്ചായിരുന്നല്ല നേരത്തെ. ഇപ്പൊ അമ്മയും അച്ഛനും ഓരോ തേങ്ങ വെച്ച് പൊട്ടിക്കുകയാണ്. അപ്പൊ തേങ്ങയ്ക്ക് നല്ല ചെലവായല്ല. വേണം. അപ്പൊ ഇനി മുതൽ ഞാൻ ചെറിയ തേങ്ങ നോക്കി മേടിച്ചോണ്ട് വരാവേ. അല്ല, തേങ്ങ അളവ് കുറക്കല്ല. പിന്നെ തേങ്ങയുടെ വെള്ളം എനിക്ക് വെച്ചേക്കണം കേട്ടോ. ശരണ്യ പാത്രം എടുക്കാൻ വേണ്ടി. പൊട്ടിക്കാൻ പോകുന്നു. കണ്ട ആ കുഞ്ഞിക്കൈ തേങ്ങ വെച്ച് പൊട്ടിക്കുന്ന കണ്ട. അച്ഛൻ പൊട്ടിക്കും അതുപോലെ. അങ്ങനെ ശരണ്യ തോറ്റു. ശരണ്യ പോയി ദൂരെ പോയി നിക്കുകയാണ് അല്ലേ. ശരണ്യ പോയി ദൂരെ പോയി നിക്കുക. ഇരുന്ന്
ആ പക്ഷെ ആ തേങ്ങ ഇച്ചിരി കട്ടിയുള്ളൂ, വെള്ളമില്ല. വെള്ളം കുറവാണ്. ഇപ്പൊ ചൂട് സമയമല്ല, അതാണ്. അതെ. ആ ഏതായാലും ഇച്ചിരിയല്ലേ ഉള്ളു, അത് ശരണ്യ കുടിച്ചോ. തേങ്ങ നല്ലതാ. വേണ്ട ഞാനിത് കുടിച്ചോ? അച്ഛന് കൊടുത്തു, അച്ഛന് കൊടുത്തു. വേണ്ട. പക്ഷെ ഞാൻ കുടിക്കത്തില്ല, അലർജിയാ. അലർജിയാ? ആ അപ്പൊ എന്നാ തേങ്ങ പൂളിക്കോ? ആ ശരണ്യ, ഇതെല്ലാം വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ്, പയറും ഇതെല്ലാം. കുറച്ച് വരിക. കാണിച്ച കൂട്ടിക്കോ. അപ്പൊ അങ്ങനെ അച്ഛൻ പൂളാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആണല്ലേ? റൗണ്ടിലേക്ക് ഇടണം അല്ലേ ശരണ്യ? അതെന്തിനാ തന്നെ തേങ്ങ കൊത്തായ അതങ്ങനെ തന്നെ അടിക്കണം. ഒരു ഭംഗിക്ക് വേണ്ടി ശരണ്യ എന്നെ അടിക്കുകയാണ് ആ നേരത്ത്. സവോള അരിഞ്ഞോണ്ടിരിക്കുകയാണ് ആ നേരത്ത് അല്ലേ? നമ്മുടെ അമ്മ എവിടെ പോയി ശരണ്യ? അച്ഛന്റെ വെള്ളം കൊണ്ട് കുറേ കിടപ്പുണ്ടായിരുന്നു, ആ അത് വിരിക്കാൻ പോയാ? അത് വിരിക്കാൻ പോയി. ഇപ്പം വരും. ആ അപ്പൊ അച്ഛൻ ഇതൊന്ന് തേങ്ങയൊക്കെ നന്നായിട്ട് പൂളിയെടുക്ക്. ഒരെണ്ണമെങ്കിലും റൗണ്ട് അടിച്ചാ നോക്കാം. റൗണ്ട് കിട്ടിയാ? ആഹാ കണ്ട ശരണ്യ നല്ല റൗണ്ട് അപ്പൊ ഇതുപോലെ പൂളിയെടുക്ക്. അമ്മേനെ അവിടെ കാണാഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതെ, വെള്ളം കുറവാണ്, അതാണ് അത് കാരണം കുറച്ചാണ് വന്നത്. അല്ല മിഷ്യത്തേക്ക് അലക്കാൻ പറ്റിയല്ലേ? ആ മിഷ്യത്തിൽ വീഴാൻ മാത്രം വെള്ളമില്ല, അത്രയും വെള്ളം ഇല്ലല്ലോ. വെള്ളമില്ല. ആ മറ്റേ പൈപ്പ് ലൈൻ്റെ അല്ലേ? പൈപ്പിലരി കുറവാണ്, ആ അപ്പൊ അത് കാരണം ഇങ്ങനെ കഴുകി എടുക്കാല്ലാന്ന് വെക്കാം. ആ അപ്പൊ അമ്മേനെ കാണാത്ത കൊണ്ട് വന്ന് തിരക്കി വന്നതാണ് കേട്ടോ. കൂട്ടുകാരെ അങ്ങനെ അതെ അച്ഛൻ തേ കണ്ട 4 വളയനാക്കിയിട്ടുണ്ടല്ലേ? ഇനി ഇത് ചെറിയ ചെറിയ പീസാക്കണം അല്ലേ? ശരണ്യയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിക്കൊണ്ടിരിക്കണം. ആ നേരത്ത് എന്നാ നടപ്പത്ത് വെക്കാൻ പോകുന്നത് കണ്ട എല്ലാം കൂടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഇല്ലേ ബാക്കി ചക്കക്കുരുവൊക്കെ ഒന്ന് കഴുകി എടുത്തോണ്ടിരിക്കുകയാണ്. ശരണ്യ, ഈ വെള്ള ഉടുപ്പായാണ്ട് പെട്ടെന്ന് അഴുക്ക് പിടിക്കുമായിരിക്കും അല്ലേ അടുക്കള? അല്ല ഇന്നെല്ലാരും ഇട്ടിരിക്കുന്ന ഉടുപ്പുണ്ടല്ലോ, നമ്മൾ അന്ന് പഴനി പോയപ്പോ മേടിച്ച ഉടുപ്പുകളല്ലേ? ശരണ്യ കഴിഞ്ഞില്ലേ? അത് ചെയ്തില്ലേ? മസാലപ്പൊടി ആണോ? ആ മസാലപ്പൊടിയൊക്കെ ഇട്ടാണല്ലേ വെക്കണം. അപ്പൊ അത് നമ്മുടെ കൂട്ടുകാരോട് പറയണം എന്തൊക്കെ ചേർത്ത്. മസാലപ്പൊടി, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി അതെല്ലാം ഇട്ടു. എല്ലാം ഇതിലിടണ കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് പറയണ്ടേ? ഉപ്പിട്ട്. ആ അപ്പൊ മസാലപ്പൊടിയൊക്കെ ഇട്ടാലേ ഇങ്ങനെ ആകുള്ളൂ അല്ലേ? അത് പറഞ്ഞ കണ്ട ഇപ്പൊ ഞാൻ വന്ന് ചോദിച്ച ഉപകാരമായില്ലേ? ആ അതിന്റെ വാഷറേ പുതിയതായോണ്ട് അടയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാണ് കാണിച്ചത്? കത്തിക്കട്ടെ ഞാൻ കത്തിക്കട്ടെ കത്തിക്കണം. അച്ഛൻ സഹായിച്ചു കൊടുത്തോണ്ടിരിക്കുക. കത്തുന്നില്ലേ? ആ ഇതെന്താണ് കത്താത്ത? കത്തിയാ? അപ്പൊ ഇവിടെ ശരണ്യ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. പുതിയതായിട്ട് കണ്ട കൂട്ടുകാര് 2 ഗ്യാസ് അടപ്പുണ്ടല്ലോ. അപ്പൊ നമ്മള് ഇതിക്ക് മുമ്പ് വീഡിയോ ചെയ്തായിരുന്നു. ആ ഗ്യാസ്, ഇത് സിലിണ്ടർ ഗ്യാസും മറ്റേത് CNG ആണ്. അതെ പൈപ്പ് ലൈനാണ് മണ്ണിനടി കൂടിയുള്ള. എന്നിട്ട് നമ്മള് ഫോൺ റീചാർജ് ചെയ്യണ പോലെ തന്നെ ചാർജ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്ക് ചാർജ് ചെയ്ത് അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ CNG. അതിന്റെ അതെ. അപ്പൊ ചില കൂട്ടുകാർ ചോദിച്ചോണ്ടാണ് നമ്മള് അതെ. പിന്നെ എപ്പോഴും തീരെയല്ല, ഗ്യാസ് തീർന്ന ഉടനെ ചാർജ് ചെയ്താൽ മതി, ഏത് പാതിരാത്രിയാണെങ്കിലും. ആ കാരണം അതെന്താണ് അങ്ങനെ പറയാൻ കാരണം?
ഇതിവിടെ ഇച്ചിരി പൊക്കം ഐറ്റ് ഉള്ളതുകൊണ്ടാണ് ചേട്ടനൊക്കെ ഇവിടെ എത്താൻ പാടാണ്. ഇവിടെ ആകുമ്പോൾ ഇച്ചിരി ഐറ്റ് കുറവുണ്ട്. അത് കാരണം നമ്മൾ ഈ സിലിണ്ടർ ഉപയോഗിക്കുന്ന കാര്യം അടപ്പ് ഉപയോഗിക്കുന്ന കാര്യമാണ്. അതെ. പിന്നെ ഒരു സംശയം കൂടി ഞാൻ ചോദിക്കുകയാണ്, അതിനുകൂടി കൂട്ടുകാർക്ക് മറുപടി കൊടുക്കണം. പുതിയതായിട്ട് നമ്മുടെ ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ്. ഈ മമ്മ ആരാണ് എന്ന് ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിച്ചായിരുന്നു. അപ്പം അതിന് നമുക്കൊരു ഇത് കൊടുക്കണ്ടേ? ആ, അപ്പം ചോദിക്കുന്നതിന് മറുപടി കൊടുക്കണം. അതെ, മമ്മ നമ്മുടെ വീഡിയോ മുടങ്ങാതെ കാണുന്ന, ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന, അങ്ങനെ ഞങ്ങളുടെ ഫോൺ നമ്പർ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ നിന്നും എടുത്ത് അങ്ങനെ ഞങ്ങളെ വിളിക്കുകയും അങ്ങനെ ഞങ്ങളുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മമ്മയെ കിട്ടി അല്ലേ? അതാണ് സത്യം. അങ്ങനെ മമ്മ ഇപ്പൊ എന്നും വിളിക്കും, ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ തിരക്കും. അപ്പം പിന്നെ കൂട്ടുകാർ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, മമ്മയ്ക്ക് ഇവിടുത്തെ അമ്മേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെ മമ്മയെ, അതാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ അല്ലേ നൈറ്റികളൊക്കെ കൊടുക്കുകയും മമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മമ്മയുടെ അമ്മയെ എങ്ങനെ കാണുന്നു അതുപോലെയാണ് മമ്മ ഇവിടത്തെ അമ്മേനെ കാണുന്നതെന്ന്. പിന്നെ കുറെ കൂട്ടുകാർ ചോദിച്ചു അച്ഛൻ്റെ അമ്മയുടെയും പേരെന്താണെന്നൊക്കെ ചോദിച്ചു. കാരണം ശരണ്യയുടെ പേരറിയാം, എൻ്റെ പേരറിയാം. എൻ്റെ പേര് സോമൻ എന്നാണ്. അതെ, അമ്മയുടെ പേര്, എൻ്റെ വൈഫിന്റെ പേര് സരസമ്മ എന്നാണ്. അതെ. അതുപോലെ കൂട്ടുകാർ ഇതുപോലെ അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ അതൊരു പാത്രം വീണതാണ്. അപ്പൊ അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ കമന്റിലൂടെ ചോദിക്കുമ്പോ ഞങ്ങള് വീഡിയോയിൽ കൂടി അടിപൊളിയാണല്ലേ നമുക്ക്. അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു കപ്പങ്ങ പഴുത്തിരിപ്പുണ്ട്. ഡാമേജ് ആയി പോകും. കറക്റ്റ് ആയിട്ട് അതെ, അമ്മയും വന്ന് നമ്മുടെ അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പൊ അതുകൂടാതെ കൂട്ടുകാരെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഞങ്ങളെപ്പറ്റി അറിയാനുള്ള എന്തെങ്കിലുമൊക്കെ അല്ലേ സംശയങ്ങളൊക്കെ വീഡിയോയിലുണ്ടെ പറയണമെങ്കിൽ ഞങ്ങള് കമന്റിലൂടെയോ അല്ലാതെ വീഡിയോയിലൂടെയോ അതിന് മറുപടി. അതെ, അതാണ് അല്ലാതെ വിളിച്ചിട്ട് ഞങ്ങൾ എടുക്കാനൊന്നും കണക്കൂട്ടരുത്. ധൈര്യമായിട്ട് വിളിച്ചോ, ഞങ്ങൾ എടുക്കും. നിങ്ങൾ ചോദിക്കുന്നത് മറുപടി പറയും. അങ്ങോട്ടേക്കായിട്ട് നമ്മളൊരു സൗഹാർദ്ദം ഉണ്ടായിരിക്കുന്നതാണ്. കുക്കർ വിളിക്കാൻ തുടങ്ങി. കണ്ട. അപ്പൊ അങ്ങനെ കപ്പങ്ങ കണ്ടപ്പോ അച്ഛൻ വീണ്ടും പാക്കിങ് മാറ്റി വെച്ചും കപ്പങ്ങ തിന്നാന്ന് ഓർത്തല്ലേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് അടുക്കള ലീവ് ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ അച്ഛൻ തൊലി ചെത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാണ് ശരണ്യ? ആരേടാ? അല്ല, ഇത് കഴിച്ചിട്ട് പോയാ മതി, എന്നിട്ട് ആ തുണി അവിടെ കിടക്കട്ടെ. അപ്പൊ അങ്ങനെ തൊലി ചെത്താൻ തുടങ്ങി. തേങ്ങ വറുക്കാനാണല്ലേ? അപ്പൊ ആ നേരത്തെ അച്ഛൻ ഇവിടെ കപ്പങ്ങ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ചില നാട്ടിൽ ഈ കപ്പങ്ങയ്ക്ക് വേറെയൊക്കെ പേരാ പറഞ്ഞ. കോട്ടയത്ത് തന്നെ പറയണ ഓമയ്ക്ക. നമ്മളിവിടെ കപ്പങ്ങ അല്ലേ? ശരണ്യതേ ഇത് ഇളക്കാൻ തുടങ്ങി. ശരണ്യ എന്നാണ് പറഞ്ഞത്? പപ്പക്കായ. ശരണ്യ ഒരു പുതിയ പേരൊക്കെ ഇട്ടതാണ് കേട്ടോ. അത് പക്ഷെ എന്നാന്ന് പറഞ്ഞാൽ നല്ല ഗുണമുള്ള ഐറ്റാണ്. പിന്നെ ഇത് വെളുക്കുന്നൊക്കെയാണ് പറയണത്. അല്ല, ഇത് ആണോ? അതാണ് ശരണ്യയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. കപ്പങ്ങ തേക്കലല്ലേ? ആണ്. അത് ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ട്.
അല്ലേ? തൊലി ചെത്തിയതാണെന്ന് പറയല്ല, പച്ച കൊണ്ടുവന്നാലേ അറിയുള്ളൂ തൊലി ചെത്തിയതാണെന്നല്ലേ. അപ്പം ഇനി അത് കട്ട് ചെയ്യാം. അമ്മ അതേ പ്ലേറ്റൊക്കെ ഇരുന്നുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കപ്പങ്ങ കൊണ്ട് ഒരു പ്രാവശ്യം പായസം വെച്ച ഓർമ്മയുണ്ട? അടിപൊളി പായസമായിരുന്നു. അങ്ങനെ അച്ഛൻ നേരാണ്, നമ്മളത് വെച്ചിട്ടില്ലല്ലേ? ആ കട്ട് ചെയ്തു, അച്ഛൻ കട്ട് ചെയ്തു. ഇപ്പൊ വട്ടം കട്ട് ചെയ്യും. അങ്ങനെ അച്ഛൻ്റെ പാത്രമൊക്കെ മാറ്റി കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ടാ, നല്ല അടിപൊളി കപ്പങ്ങയാണ്. പിന്നെ നീളത്തിൽ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അച്ഛൻ. ശരണ്യ അവിടെ പാചക തിരക്കിലാണ്. ശരണ്യ, ഇനി അത് ഓഫാക്കിയിട്ട് വെച്ചുമ്പോ നമുക്ക് കപ്പങ്ങ തിന്നച്ചും തുടങ്ങാം. ഏതായാലും കപ്പങ്ങ തിന്നച്ചും ബാക്കി പാചകത്തിലേക്ക്. അമ്മ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലുമ്പോ അങ്ങനെ കൂട്ടുകാരെ അച്ഛൻ്റെ അങ്ങനെ അതെല്ലാം ചെറിയ പീസുകളൊക്കെ ആക്കി അരിഞ്ഞ് കൊണ്ടുവന്നു അല്ലേ? ശരണ്യക്കാണ് ആദ്യം കൊടുക്കുന്നത്. അച്ഛൻ്റെ കൈ കഴുകാനായിട്ട് പോയി. ആദ്യം ശരണ്യാണ് ഉദ്ഘാടനം. കണ്ടാ കൂട്ടുകാരെ, നല്ല അടിപൊളി കപ്പങ്ങയാണ്. അപ്പൊ ഒന്ന് അതെ, വേണമെന്നല്ല ചോദിക്കണ, കൂട്ടുകാർക്ക് എല്ലാരും കൊടുക്കും. അതെ, അപ്പൊ ശരി മക്കളെ, ഞാൻ അരിഞ്ഞൊക്കെ വെച്ച് മക്കളോട് പോരി കൂട്ടത്തി കേട്ടോ. എങ്ങനെയുണ്ട് ശരണ്യ? സൂപ്പർ. അതേ കണ്ട ശരണ്യ അടുത്തതും എടുത്ത്. ആഹാ, അമ്മ ഇളക്കണ കാരണം അമ്മക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. നല്ലതാണ്, അടിപൊളി. ശരണ്യ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്ത്. ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ ക്യാമറ എടുത്ത് നിന്നിട്ട് എനിക്ക് കൊണ്ടേ തന്നില്ലല്ലോ. അതുകൊണ്ടാണ്. ഇത് ചവക്കണ കപ്പ പറയാൻ മിച്ചറൊന്നും അല്ലല്ലോ. അല്ല ചന അതിന് ഇത് വായിലാട്ട് വെച്ചാൽ അറിയാലോ, ഇങ്ങനെ മിണ്ടാതെ എന്ത് അറിയാം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളെല്ലാരും വാ, നമുക്ക് ഒന്നിച്ച് കപ്പങ്ങായൊക്കെ തിന്നാം. അപ്പൊ വീണ്ടും ശരണ്യ പാചകത്തിലായിട്ട് പോയി. കണ്ട തേങ്ങയൊക്കെ അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിലായിട്ട് മല്ലിപ്പൊടി ഇട്ടോണ്ടിരിക്കുകയാണ് അമ്മ അല്ലേ? അതെ. അപ്പൊ ആ നേരത്തെ അച്ഛൻ്റെ അരിഞ്ഞു വെച്ച കപ്പങ്ങായൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ലതല്ലേ അച്ഛാ? നല്ല മധുരമൊക്കെ ഉണ്ട്. അമ്മ കഴിക്കാൻ ഞാൻ കഴിക്കാം. ഒന്നേ കഴിക്കുള്ളൂ അമ്മ. അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടുപേരും തിന്നാനുള്ള അച്ഛാ. അപ്പൊ അതെ, മുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്നും കൂട്ടുകാരെ കാണിച്ചില്ല. ഇനി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് ഇനി ഒന്ന് എന്നാ ചെയ്യണം? അപ്പൊ അച്ഛൻ്റെ തേങ്ങ കൊത്തൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണം. അത് എപ്പോഴാണ് ഇടണം? പിന്നെ അച്ഛൻ എന്തോ പറയാൻ വന്നല്ല. അതേ വരുന്നു കഴിക്കാൻ. പാചകം എവിടം വരെയായി? ഇറച്ചിക്കറി വെക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടല്ലേ? വേറെ പാത്രത്തിലായിട്ട് മാറ്റിയായി. അത് നമ്മൾ മറ്റേ വറുത്ത് വെച്ചത് അരച്ചെടുത്തു. അപ്പൊ അത് അതിലായിട്ട് ഒഴിച്ചു അല്ലേ? അതൊന്ന് റെഡിയാക്കി എടുക്കണം അല്ലേ? ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ അതുകൂടി അതിലായിട്ട് ചേർത്ത് അല്ലേ? ഇനിയും വെള്ളം ഒഴിക്കുക. അപ്പൊ അങ്ങനെ ഒന്ന് ഇളക്കിയാണ്. ഇത് കറക്റ്റ് ഇറച്ചിക്കറി പോലെ ആകും അല്ലേ? ആ ടേസ്റ്റ് കിട്ടും അല്ലേ? അങ്ങനെ ശരണ്യ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ല, നമ്മുടെ അമ്മയുടെ അവിടെ പരിപാടി തീർന്നില്ലേ? തുണി വിരിക്കാൻ പോയ കുരുമുളക് പൊടി
ചേർക്കുന്നുണ്ട്. അമ്മ തുണി മിഷ്യത്തിലും അലക്കി അല്ലാതെ വെള്ളം കൊണ്ടൊക്കെ അലക്കിയെന്ന് പറയണ കേട്ടു. മല്ലിപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി നമ്മൾ ചേർത്ത് മസാലപ്പൊടി നമ്മൾ ചേർത്തതായിരുന്നല്ലോ. നമ്മൾ പൊടിച്ച മസാലപ്പൊടി കേട്ടോ. അതെ കണ്ട ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തീ അരിക്കാം. തീ കത്തിച്ചില്ല അഞ്ഞല്ലേ. അതെ അതെ നല്ല ഇറച്ചിക്കറി അല്ലേ. മണലടിക്കുന്നില്ലേ? ഇറച്ചിക്കറിയുടെ സ്മെല്ലൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല. ഞാൻ കടുക് വറുത്തിട്ട് കാണിച്ചു തരാം. വേപ്പിലൊക്കെ ഇടണ്ടേ? അത് കടുക് വറുക്കാൻ നേരത്ത്. അപ്പൊ ഇനി കടുക് വറുക്കണം അല്ലേ? കടുക് വറുക്കണം. ശരണ്യ കടുക് വറുക്കാനായിട്ട് ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നലത്തെ മീൻകറി. അപ്പൊ കൂട്ടുകാരെ കണ്ട നമ്മുടെ കേരക്കറി അല്ലേ? ആണെന്നേ. ഇന്ന് കേരക്കറി വിട്ട പരിപാടി ഇല്ലല്ലേ. നേരം എന്നെ പാമ്പാട വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാ ശരണ്യക്ക് മേലാതെ വന്ന അല്ലേ. അത് കാരണം വെട്ടിയ മീനൊക്കെയാണ് ഇപ്പൊ. ശരണ്യ അതിലേക്ക് എണ്ണ ഒഴിച്ചോണ്ടിരിക്കുകയാണ് ചട്ടി ചൂടായപ്പോഴല്ലേ. ശരണ്യ വേപ്പിലൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. തേങ്ങാക്കൊട്ട് സവോള കുറച്ച് മതി. സവോള നമ്മുടെ മീന് കടുക് വറുക്കും. മീനല്ല തോരന് കടുക് വറുക്കാം. അപ്പൊ ഇത്ര മതി നമുക്ക്. അപ്പൊ ഇത് കടുകിട്ടോ എണ്ണയൊക്കെ ചൂടായിരിക്കും. പിന്നെ 3-4 കഷ്ണം ഉണക്കമുളക് വേണം. ഉണക്കമുളക് വേണം. മെയിനാണല്ലേ. അപ്പൊ അത് കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. മറന്നു പോയാ എടുത്തു വെക്കാൻ? എന്നാ കടുകിടാം. ഇങ്ങനെ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് പൊട്ടി നന്നായിട്ട് പൊട്ടാൻ തുടങ്ങി. ശരണ്യ ഓടിക്കളയാനും തുടങ്ങി അല്ലേ. തേങ്ങ കൊത്തിട്ട് അതിലേക്ക് ഇതൊന്ന് മൂത്ത് വരട്ടെ അല്ലേ. ശരണ്യ അതിളക്കിയ തവി കൊണ്ടാണ് ഇത് ഇളക്കണത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കണത്. കൂട്ടുകാരെ നമ്മുടെ ഇറച്ചിക്കറി ഇരിക്കണ കണ്ടാ നല്ല അടിപൊളി ഇറച്ചിക്കറിയാണല്ലേ. നല്ല അടിപൊളി ഇറച്ചിക്കറിയാണ് ഇരിക്കുന്നത്. വെച്ച് നോക്കിയാണെങ്കിൽ അല്ലേ. അതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അധികം ചെലവൊന്നും ഇല്ലാത്ത പരിപാടിയാണല്ലേ. ചക്കക്കുരുവിന് ഭയങ്കര വിലയാണ് ഇവിടെ. അപ്പൊ അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. മുളക് ഉണക്കമുളക് വേപ്പില ഇടാൻ പോയിയാണല്ലേ. അതിലാണ് ഇടണത്. ഞാനോർത്ത് ഇതിൻ്റെ അകത്ത് വീഴും. രണ്ടിലും കൂടിയാണ് വേപ്പില ഇട്ടിരിക്കുന്നത്. ഇതിലും ഇട്ടിട്ടുണ്ട്, അതിലും ഇട്ടിട്ടുണ്ട്. നേരം ഭംഗിയുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ടല്ലേ. അതിലാട്ട് ഇടിയാണ്. അതിൽ അങ്ങനെ ഇട്ടിരിക്കുന്നു. അതങ്ങോട്ട് ചായച്ചങ്ങോട്ട് ഇട്ടാ പോരാ. ഞാൻ ശരണ്യ അതെ അമ്മ വന്ന് കണ്ട ആ ടൈമിന് അമ്മ എത്തി. കണ്ട കൂട്ടുകാരെ അങ്ങനെ ഇട്ട് ഇളക്കുകയാണ് അല്ലേ. തേങ്ങാക്കൊത്ത് കൂടിയൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അത് കനമുണ്ട് കേട്ടോ അമ്മ. അങ്ങനെ അമ്മ ഇട്ടോണ്ടിരിക്കുകയാണ് അതിലാട്ടല്ലേ. നല്ല ഇറച്ചിക്കറിയാണമ്മ. അടിപൊളി ഇറച്ചിക്കറിയായി. എങ്ങനെയുണ്ടമ്മ? മതി. സൂപ്പർ. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങൾ എല്ലാരും വെക്കണം അല്ലേ. നമ്മൾ പയർ തോരൻ്റെ ഒക്കെ വീഡിയോ ഇട്ടതാണ്. മോര് കാച്ചണ വീഡിയോ ഒക്കെ ഇട്ടതാണ്. അപ്പൊ കൂട്ടുകാരെ
ഇതാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.